ഇസ്രയേലിന് നേരെയും അതുപോലെ GCC രാഷ്ട്രങ്ങൾക്ക് നേരെയും ഇറാന്റെ അതിശക്തമായ ആക്രമണമാണ് ഈ 24 മണിക്കൂറിനുള്ളിൽ ഉണ്ടായിരിക്കുന്നത്. അതിൽ ഇപ്പോൾ അവസാനം വരുന്ന ആക്രമണം ഇറാൻ ഇസ്രയേലിന്റെ ഇൻഡസ്ട്രിയൽ സോണിന് നേരെയാണ്. റാമാറ്റ് ഹവോവ് എന്നറിയപ്പെടുന്ന ഭാഗത്തുള്ള ഇൻഡസ്ട്രിയൽ ഏരിയയിൽ വലിയ രീതിയിലുള്ള ആക്രമണം നടത്തിയിരിക്കുന്നു. ഇവിടെ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ വലിയ രൂപത്തിലുള്ള തീപിടുത്തമുണ്ടായതിന്റെ സ്ഫോടനം നടന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇറാന്റെ ക്രൂസ് മിസൈൽ ബാപ്കോ എന്നറിയപ്പെടുന്ന ബഹ്റൈനിലുള്ള ഓയിൽ റിഫൈനറിയിൽ അതിശക്തമായ രൂപത്തിലുള്ള ആക്രമണം നടത്തിയിരിക്കുകയാണ്. വലിയ രൂപത്തിലുള്ള തീ ആളിക്കത്തുന്നതിന്റെ ദൃശ്യങ്ങൾ വീഡിയോകളിലും അതുപോലെ പിക്ചറുകളും നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ആക്രമണമാണ് അബുദാബിയിലുള്ള ബുറൂജ് എന്നറിയപ്പെടുന്ന പെട്രോ കെമിക്കൽ ഫെസിലിറ്റിയിൽ ശക്തമായ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഈ ആക്രമണത്തിൽ വലിയ രൂപത്തിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നാണ് പറയപ്പെടുന്നത്. ഈ ചിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും വലിയ ഒരു പെട്രോ കെമിക്കൽ പ്ലാന്റ് തന്നെയാണ് ഇവിടെ നിലനിൽക്കുന്നത്. എന്നാൽ എന്തുമാത്രം വലിയ നഷ്ടങ്ങളാണ് ഉണ്ടായത് എന്ന് ഇപ്പോൾ കണക്കെടുത്ത് വരികയാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ആക്രമണം മാത്രമല്ല, കുവൈത്തിലുള്ള ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യമാണ് ഡിസാലിനേഷന് നേരെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അതായത് കുവൈത്തിലുള്ള ആളുകളെല്ലാം ഇത്തരത്തിൽ ശുദ്ധമായ ജലം ഇത്തരത്തിലുള്ള ഡീസാലിനേഷൻ പ്ലാന്റുകളിലൂടെ ശുദ്ധീകരിച്ചുകൊണ്ടാണ് അവർ ജീവിതത്തിൽ ഉപയോഗം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അത്തരത്തിലുള്ള ഒരു പ്ലാന്റിന് നേരെയും ഇപ്പോൾ ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഓരോ ദിവസവും വളരെ പ്രധാനപ്പെട്ട ഇൻഫ്രാസ്ട്രക്ചറുകൾക്ക് നേരെയാണ് ഇപ്പോൾ ആക്രമണം നടത്തുന്നത്. ഈ ആക്രമണം ദുബൈയിൽ നടന്ന ഈ വലിയ രീതിയിലുള്ള ആക്രമണം നടന്നത് ഇസ്രയേൽ ഇറാനിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പെട്രോ കെമിക്കൽ ഫെസിലിറ്റിക്ക് നേരെ ആക്രമണം നടത്തിയിരുന്നു. ഈ ആക്രമണത്തിൽ തൊട്ട് പിന്നാലെയാണ് UAE ഈ ഒരു പ്ലാന്റിന് നേരെ ഇറാൻ ആക്രമണം നടത്തിയിട്ടുള്ളത്. എന്തായാലും അവസാനിക്കാത്ത വലിയ സംഘർഷ സാഹചര്യം ഇത് മിലിറ്ററി ലക്ഷ്യങ്ങൾക്ക് അപ്പുറം സാധാരണ ജനങ്ങളുടെ അടിസ്ഥാന ജീവിത സൗകര്യങ്ങൾക്ക് നേരെയാണ് ഇപ്പോൾ ഇസ്രയേലും അതുപോലെ തന്നെ ഇറാനും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് വലിയ രൂപത്തിലുള്ള പ്രതിസന്ധിയായിരിക്കും മേഖലയിലുള്ള ജനങ്ങളിൽ ഉണ്ടാക്കുക.